സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ സ്വന്തം നാടായ അമ്പലവയൽ ടൗണിലാണ് ഉള്ളത്. ഇപ്പം ഒരു വാട്ടർ ടാങ്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം നമ്മൾക്ക് കടയൊക്കെ അറിയാം, നമ്മളൊരു വാട്ടർ ടാങ്ക് നിർബന്ധമായിട്ട് വേണം. വീട്ടിലുള്ള ടാങ്ക് പൊട്ടിയാകെ ഒലിച്ച് നാശമായിരിക്കുകയാണ്. നമ്മളിതാ അമ്പലവയലിൽ നിന്ന് ബത്തേരി റോട്ടിലാണ് നമ്മളെ കട ഉള്ളത്. നമ്മളെ കട ഇതാ ഓൾറെഡി എത്താനായി. മ്യൂസിയം ജംഗ്ഷനിലാണ് നമ്മളെ കട ഉള്ളത്. ഇതാണ് നമ്മളെ കട, നോവ ബിൽഡ് വെയർ. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്, ടാങ്കും അതിനോടനുബന്ധിച്ചുള്ള സാധനങ്ങളൊക്കെ. അപ്പൊ ഇവിടെ ഇഷ്ടംപോലെ ടാങ്കുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മളൊരു ടാങ്ക് എന്തായാലും വാങ്ങും. നമ്മളിത് അങ്ങനെ അടിഭാഗം കൂർത്ത ടാങ്കൊന്നും അല്ല കേട്ടോ എടുക്കുന്നത്. അപ്പൊ അസി ടാങ്ക് കൊണ്ടുപോകാൻ വേണ്ടി ഓൾറെഡി എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ കട കേട്ടോ. കടേന്റെ ഉള്ളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടിപൊളി കടയാണ്. എല്ലാവിധ സാധനങ്ങളും വളരെ വില കുറഞ്ഞ് തരുന്നുണ്ട്. നമ്മളെ കടയിലെ ആളുകൾ എല്ലാവരും ഇവരൊക്കെ തന്നെയാണ്. ഒരു നമ്മളെ ചങ്കാണ് കേട്ടോ കടേന്റെ മുതലാളി. അപ്പൊ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നല്ല. നൗഷാദ്, ആ ടാങ്കിന്റെ പ്രത്യേകത എന്താ? നമ്മളിപ്പോഴത്തെ ടാങ്ക് 3 ലെയർ ആണ്. പിന്നെ വെർജിൻ മെറ്റീരിയൽ ആണ്. 10 വർഷത്തെ വാറണ്ടി ഉണ്ട്. അത് തന്നെ. ഡിസ്കൗണ്ട് പ്രൈസ് എങ്ങനെയാണ്? പിന്നെ 10 വർഷം ഗ്യാരണ്ടി. 10 വർഷം. ഓക്കെ. സുഹൃത്തുക്കളെ, നമ്മളൊരു 6-7 വർഷമായിട്ട് നമ്മൾ ഒരു വാട്ടർ ടാങ്ക് വീടിൻ്റെ മുകളിൽ ഫിറ്റാക്കിയിരുന്നു. അത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒന്ന് ലീക്കായി. അപ്പോൾ നമ്മൾ പല തരത്തിൽ ഒട്ടിച്ചു നോക്കി. MC ഒട്ടിച്ചു, ഒരു തരം ലെസ്ക പോലത്തെ സ്റ്റിക്കറില്ലേ അത് ഒട്ടിച്ചു നോക്കി. ഒരു രക്ഷയില്ല. 1000 ലിറ്ററിൻ്റെ ടാങ്കായിരുന്നു. ഒരു കുഴപ്പമില്ലാണ്ടിരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ജോയിൻ്റ് ചെയ്യുന്ന സ്ഥലത്താണ് അത് പൊട്ടിയത്. പൈപ്പ് കണക്ഷൻ കൊടുക്കൂലേ, വെള്ളം പുറത്തേക്ക് വരുന്ന ആ ഭാഗത്താണ് പൈപ്പ് പൊട്ടി. അത് നീല ടാങ്കായിരുന്നു. അപ്പോൾ നമ്മൾ ടാങ്ക് എന്തായാലും മാറ്റാൻ തീരുമാനിച്ചു. അപ്പം നീല ടാങ്ക് നമ്മൾ ഒഴിവാക്കിയിട്ട് ഇപ്രാവശ്യം വെള്ള ടാങ്കാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ടാങ്ക് ഇവിടെ ഉണ്ട്. ടാങ്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ടാങ്ക്. അപ്പോൾ ഈ ടാങ്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകതകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ 1 by 1 ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. 3 ലെയർ അക്വ ഫൈൻ ടാങ്കാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ 3 ലെയർ ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറേ കാലം ലാസ്റ്റ് ചെയ്യും, വെള്ളം ശുദ്ധമായിരിക്കും എന്നൊക്കെയാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമുക്കിവർ കടക്കാർ നോവ അമ്പലവയലിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ കടക്കാർ പറയുന്നത് 10 വർഷം വാറണ്ടി ഉണ്ട്. 10 വർഷം വാറണ്ടി ബില്ല് സൂക്ഷിക്കണം. അപ്പോൾ നമ്മളിതിൻ്റെ അഡീഷണൽ കുറച്ച് ഫിറ്റിങ്സ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. വേറൊരു കണക്ഷൻ വേറൊരു മോട്ടറിൽ നിന്ന് എടുക്കണം. അപ്പോൾ അതിൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ടാങ്ക് ഒന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഒന്ന്. അപ്പോൾ ടാങ്കിൻ്റെ വിശദ വിവരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഈ ടാങ്കിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ വില ഒക്കെ നിങ്ങളോട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലാക്കി. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മൾ ടാങ്കിൻ്റെ വില 4661 രൂപ 0.02 പൈസ. അത്രയാണ് ഇത് ടാങ്കിൻ്റെ വില. നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഈ വിലയിൽ കുറഞ്ഞിട്ട് ടാങ്ക് കിട്ടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം നോവക്കാരോട് നമുക്ക് ചോദിക്കാനുള്ള. അപ്പം നമ്മൾ സുഹൃത്തുക്കളെ, നമ്മൾ അഡീഷണൽ ഫിറ്റിങ്സിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ടാങ്ക് ഫിറ്റിങ്സിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും എടുത്തിട്ടുണ്ട്. നമ്മൾ മറ്റൊരു കിണറിൽ നിന്ന് വേറൊരു മോട്ടറിൽ നിന്ന് നമ്മൾ ഈ ടാങ്കിലേക്ക് വെള്ളം അടിക്കുന്നുണ്ട്. അതിൻ്റെ സാധനങ്ങളും കൂടിയാണ് വാങ്ങി വെച്ചിട്ടുള്ളത്. നമ്മുടെ ടാങ്ക് നല്ല സൂപ്പറായിട്ട് കവർ ചെയ്തിട്ടാട്ടോ വന്നുള്ളത്. അടിപൊളിയായിട്ട് എന്തായാലും പാക്ക് ചെയ്തിട്ടുണ്ട് അവർ. സൂപ്പറായിട്ടുണ്ട്. സത്യത്തിൽ ഈ അക്വാഫൈൻ വാട്ടർ ടാങ്കിൻ്റെ 3 ലെയർ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ ഇതിൽ നമ്മൾ പുറത്ത് വൈറ്റ് കാണുന്നുണ്ട്, പക്ഷെ ഉള്ളിലൊരു നീല കളറും കാണുന്നുണ്ട്. അപ്പോൾ 2 കളറേ കാണുന്നുള്ളൂ. പക്ഷേ ഈ 3 ലെയർ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു ലെയർ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. കണ്ടോ, പുറത്ത് വൈറ്റ്, ഇതിൻ്റെ ഇടയ്ക്കൊരു ബ്ലാക്ക് കാണുന്നുണ്ട്. അതാണോ അതോ ആണോ? ഇടയ്ക്കുള്ള ചെറിയൊരു ബ്ലാക്ക് കാണുന്നില്ല ഇവിടെ. അതാണ് ഒരു ലെയർ എന്ന് പറയുന്നത്. ഇതൊരു വെള്ള, പിന്നെ ചെറിയൊരു ബ്ലാക്ക്, അത് കഴിഞ്ഞിട്ടൊരു നീല. ഇത് ഫുള്ള് നീലയാണ്. ടാങ്കിന്റെ അടപ്പ് ഇതിൻ്റെ ഉള്ളിലാണ്. അത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് വലിച്ചെടുക്കുന്നത്. വലിക്കോ, ഇങ്ങനെ നല്ലടാ, അങ്ങനെ അല്ലടാ. കിട്ടുന്നില്ല. വേറെന്തോ ടെക്നോളജി ഉണ്ട് എടുക്കാൻ. ടാങ്ക് പൊട്ടുവാ. പോന്ന്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇത് ഈ സാധനത്തിന് എന്താ പറയുക? ടാങ്ക് കണക്ടർ നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിങ്ങനെയാണ് അതിൻ്റെ ഫിറ്റിങ്സ്.
അറിയാം 3 ലെയറിൻ്റെ ഗുണം എന്താണ്. 3 ലെയർ എല്ലാം ഒറ്റയടിക്ക് തുളച്ച് പോകരുത്, പകരം നിർത്തി അടിക്കുക. 3 ലെയർ കാണാൻ വേണ്ടിയിട്ട് നോക്കിയാൽ കുറച്ച് തുളച്ചിട്ട് നിർത്തിയിട്ട് 3 ലെയർ എന്താ നമുക്ക് അറിയണമല്ലോ. ബ്ലാക്ക് കാണുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ നമ്മളെ ടാങ്ക് തുളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ തുളയ്ക്കുമ്പോഴുള്ള ഡസ്റ്റൊക്കെ ടാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് ഫുള്ള് നീക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് നമ്മളറിയാണ്ട് നമ്മളെ ഭക്ഷണ സ്ഥാനത്തിലൊക്കെ കുടുങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഡീസൻ്റ് ആയിരിക്കണം. ഇവിടെ ശരിക്കും കാണാം കേട്ടോ 3 ലെയറിൻ്റെ. കാണുന്നുണ്ടോ? 3 ലെയറിൻ്റെ വൈറ്റ് ബ്ലാക്ക് ബ്ലൂ ഇവിടെ കാണാം. ഇത് യൂണിയൻ ടാങ്ക് കണക്ടറാണ്. സാധാ ടാങ്ക് കണക്ടർ ആണെങ്കിൽ നമ്മൾ ഈ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പൈപ്പ് മുറിക്കണം. ഇതാണ് മുറിക്കേണ്ട. ഇതിങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ യൂണിയൻ അല്ലേ ഇത് നമ്മളിങ്ങനെ അഴിക്കുക. അതിങ്ങനെ അഴിച്ചു കഴിഞ്ഞാൽ സാധനം അഴിച്ചാൽ ഇത് 2 പാർട്ടാവും. അപ്പോൾ നമുക്ക് ടാങ്ക് വാഷ് ചെയ്യാൻ ഈസിയാണ്. അതായത് അപ്പോൾ കണക്ടർ സാധാ ടാങ്ക് കണക്ടർ വെക്കരുത്, യൂണിയൻ കണക്ടർ വെക്കണം, അതാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഫിൽറ്റർ ഒരു കാരണവശാലും ടാങ്കിൽ വെക്കരുത്. ഈ ഫിൽറ്റർ വെക്കരുത്. ഇത് ഫിൽറ്റർ വെച്ചാൽ വെള്ളത്തിന്റെ ഫ്ലോ കുറയും. ഓക്കെ. ഫ്ലോ കുറയുന്ന കാരണം കൊണ്ട് നമ്മൾ എടുക്കണം. അത് എടുത്ത് കളയണം. ഓക്കെ, അത് കളഞ്ഞു. ഇനി രണ്ടാമത് നമ്മളിത് അഴിക്കണ സമയത്ത് ഈ കറുത്ത വാഷർ നിർബന്ധമായിട്ട് ഇവിടെ വേണം. വാഷർ കമ്പൽസറി ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ലീക്ക് ആവും. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതിപ്പോ ഈ പൈപ്പ് ജോയിന്റ് വരില്ലേ, ഇപ്പൊ ഈ സീസ് ഒട്ടിച്ചേ, അത് അതിനോട് തന്നെ ചേർത്ത് ഇങ്ങനെ ആദ്യം വെക്കുക. ആദ്യം ഈ സാധനം പൈപ്പിൽ ഫ്രീ ആയിട്ട് കിടക്കും. ഈ ഫിറ്റിങ്സ് കറക്റ്റ് ഇതിനോട് ചേർത്ത് വെച്ചിട്ട് ഇത് പൈപ്പിൽ കിടക്കുന്ന സാധനം അത് നേരെ ലെവലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടൈറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലീക്ക് വരില്ല. പിന്നെ വേറെ എപ്പോഴെങ്കിലും ടാങ്ക് എടുത്ത് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ പൈപ്പ് റേഞ്ച് കൊണ്ട് ഇത് സാധനം തിരിച്ചിങ്ങനെ ലൂസാകും. ലൂസായി അപ്പം ഇത് 2 പാർട്ടാവും. അത് ശരി. അതാണ് ഇതിൻ്റെ ഇതാണ് യൂണിയൻ ടാങ്ക് കണക്ടർ അല്ലേ? ഓക്കെ, ശരി. ഫസ്റ്റ് ഈ സാധനം അതിൻ്റെ ഉള്ളിലേക്ക് പോകണം അല്ലേ? ഇതാണ് ടാങ്കിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്ന സാധനം. ഇത് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യാത്തെന്ന് വെച്ചാൽ ഇത് ടൈറ്റ് വേണം ഇതിന്. അത് ശരിക്കും നമ്മൾ മെക്കാനിക്കൽ ഡ്രില്ല് ചെയ്തതിന് ശേഷം യൂണിയൻ ടാങ്ക് കണക്ടറിൻ്റെ ഫസ്റ്റ് പാർട്സ് എടുത്തിട്ട് തിരിച്ച് ടൈറ്റാക്കിയിട്ട് ഇറക്കണം അല്ലേ? കൈ കൊണ്ട് തിരിച്ച് തന്നെ ഇറക്കണം അല്ലേ? അതിനൊരു വാഷർ ഇല്ലേ ഇവിടെ? വാഷറുണ്ട്. ഓക്കെ, ശരി. പണ്ടൊക്കെ ടാങ്ക് തുളച്ചിരുന്ന് കുപ്പിച്ചില്ലുകൊണ്ടായിരുന്നു. എന്താല്ലേ ഇപ്പം നമുക്ക് ആക്സോ ബ്ലേഡ്, മെക്കാനിക്കൽ ഡ്രില്ലറ്, അതിന് പറ്റിയ പിന്നെ ഡ്രില്ലിങ് മെറ്റീരിയൽ ഒക്കെ വന്നപ്പം ടാങ്ക് തുള വളരെ ഈസിയായി. ഈ ടാങ്ക് കണക്ടറിൻ്റെ ഈ എൻഡ് ഇത് ശരിക്കും പറഞ്ഞാൽ FT MT എന്ന് പറയും. ഇത് MT ആണ്, മെയിൽ ത്രെഡാണ്. ഈ മെയിൽ ത്രെഡ് നമ്മൾ ടാങ്കിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യണം. മുകളിലേക്ക് പൊന്തി നിൽക്കും. ഇത് ശരിക്കും ഇങ്ങനെയാണ് നിൽക്കണ്ടേ? ഉള്ളിൽ നിന്നാണ് ഇത് വരേണ്ടത് അല്ലേ? ഉള്ളിൽ നിന്നാണ് വരേണ്ടത്. ആദ്യം ജസ്റ്റ് ത്രെഡ്. ഇനി ഇതാണ് ഫീമെയിൽ ത്രെഡ്. ഉള്ളിൽ ത്രെഡ് വരുന്നത് ഉള്ളിൽ ത്രെഡ് ഉണ്ട്. ഓക്കെ, മെയിൽ ത്രെഡ് മുകളിലോട്ട്. ഓക്കെ, ഈ ഫീമെയിൽ ത്രെഡ് എന്ത് ചെയ്യണം, ഇതിലോട്ട് പിന്നെ അറ്റാച്ച് ചെയ്യണം. അതിൽ പിന്നെ അറ്റാച്ച് ചെയ്യണം. ഇത് അറ്റാച്ച് ചെയ്യുമ്പോൾ അപ്പൊ നീ ഈ ഒരു ഭാഗം ടാങ്കിന്റെ ഉള്ളിൽ കയറിയിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത്. അതെ. ഈ ഒരു ഭാഗം ടാങ്കിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കും. മീൻസ് അങ്ങോട്ട് നിൽക്കണം. എന്നിട്ട് ഇതില്ലേ ഈ വാഷറും മസ്റ്റ് ആണ്. ഇതും വാഷറും ഉണ്ടായിരിക്കണം. ഇത് പോയി കഴിഞ്ഞാൽ വെള്ളം ലീക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യും, ഇത് ഇതിലോട്ട് ഇടാകുമ്പോൾ ഈ ഇതിൽ കറക്റ്റ് ടൈറ്റ് ആയിട്ട് നിൽക്കും. ഓക്കെ, ശരി. അതിനുശേഷം ഇവിടെ നമ്മൾ MC-ലോ അങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലും ഷെല്ലാക്ക് ഇടുന്നത് നല്ലതാണ്. ഷെല്ലാക്ക് ഇടുന്നത് നല്ലതാണ്. ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ടും ഒരു ഗമ്മായിട്ടും അവിടെ നിന്നോളൂല്ലേ? ഓക്കെ, അതിനുശേഷമാണ് ഈ ഫിറ്റിംഗ്സ്. ഓക്കെ, റെഡി. ഈ ഫിറ്റിംഗ്സ് അതിനുശേഷമാണ് ഈ ഫിറ്റിംഗ്സ് ഒക്കെ വരിക. ഓക്കെ, റെഡി. മനസ്സിലായി. പിന്നെ PVC പൈപ്പിലേക്ക് പോകും. ഇതിപ്പോൾ നമ്മൾ തിരിച്ചങ്ങോട്ട് ഇറക്കുന്നുണ്ട്. അതൊരു പിന്നെ ഉള്ളിൽ നിന്ന് അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഫസ്റ്റിൽ. അപ്പോൾ ഉള്ളിൽ കയറുന്ന സമയത്ത് അത് ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് അത് ചെയ്യുന്നത്. ഇനി നമ്മൾ തിരിച്ച് ഊരി എടുത്തിട്ട് ടാങ്കിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് ഈ സാധനം ശരിക്കും ഫിറ്റ് ചെയ്യുക. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ ഫിറ്റർ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇതാ അപ്പോൾ ആളിങ്ങനെ ഉള്ളിൽ ഇത്രയുണ്ട്. ഉള്ളിൽ കയറി ഇതൊരു റിസ്ക് പണിയാട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി ആ സാധനം ഇതിലൂടെ ഫിറ്റ് ചെയ്യും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാട്ടോ.
കൺഫൈൻ സ്പേസിലെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ. താങ്ങി പിടിച്ചോട്ടോ. താങ്ങി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ടാങ്കിന്റെ അടി സൈഡിൽ ആ പിന്നെ വേറെ കല്ലോ അങ്ങനെ മറ്റു കാര്യം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഡാമേജ് ആവും അല്ലേ? നല്ല പ്രതലം നല്ല പരന്ന പ്രതലത്തിൽ വെച്ച് ആണ് ടാങ്ക് ഉള്ളത്. നമ്മൾ ഇൻ്റർലോക്കിൻ്റെ മേലെ വെച്ചുള്ളത്. അത് കാരണം തന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാൽ അങ്ങോട്ട് പോന്നോട്ടെ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് സിമ്പിളാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അതിനിപ്പോൾ സാധനം മേലോട്ട് വരുന്നുണ്ട്. റെഡി, പോന്നോട്ടെ. തിരിഞ്ഞു പോയിടോ. ഇപ്പം റെഡി. പോട്ടെ. അങ്ങനെ നമ്മൾ അവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആൾ ഇറങ്ങുകയാണ് കേട്ടോ. നമ്മൾ ടാങ്കിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ ഇപ്പം നമ്മൾ തുളച്ചപ്പോഴൊക്കെയുള്ള സാധനങ്ങൾ ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പണിയാണ്. ഒരു വേസ്റ്റും അതിനകത്ത് ഉണ്ടാവരുത്. എല്ലാം കുടഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഷെല്ലാക്ക് അപ്ലൈ ചെയ്യാണ്. വാഷറൊക്കെ ഉണ്ട്, എന്നാലും ഒന്ന് ടൈറ്റായിട്ടിരിക്കാനുള്ളൊരു ഷെല്ലാക്ക് ശരിക്കും ഒട്ടുന്ന സാധനമല്ലേ. പൊടി കുറച്ച് ഷെല്ലാക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. വാഷർ പോകരുത്, നമ്മൾ നേരത്തെ പറഞ്ഞു. വാഷറോട് കൂടി വാഷർ കമ്പൽസറി വേണം, അല്ലെങ്കിൽ ലീക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, നമ്മൾ ഫിറ്റാക്കി. സിമ്പിൾ, നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഷെല്ലാക്കുമായിട്ട് കൂട്ടി വരും. പൈപ്പ് റേഞ്ച് പിടിക്കേണ്ട, ഹാൻഡ് ടൈറ്റിൽ മതി എന്നാണ് പറയണേ. അടുത്ത് നമ്മുടെ ഈ കട്ടിങ് ഇല്ലേ, ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഉള്ളിക്കിടണം. ഓക്കെ ഓക്കെ ഓക്കെ. ഉള്ളി കിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്, തിരിച്ച് ചെയ്യരുത്. തിരിച്ച് ചെയ്യാൻ എവിടെയും ടൈറ്റ് ആവില്ല, കണ്ടില്ലേ. ഓക്കെ ഓക്കെ. ഇങ്ങനെ തന്നെ ലോക്ക് ആവണം. അത് നേരെ ആദ്യം ഇതിലേക്ക് വെക്കുക, പീസ് തിരിക്കുക. ഇത് പൈപ്പ് റേഞ്ച് പിടിക്കണോ? അത് പൈപ്പ് റേഞ്ചിൽ ഇപ്പോൾ പിടിക്കണം. ലാസ്റ്റ് നമ്മൾ ഒട്ടിക്കാൻ നേരത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ വാട്ടർ ടാങ്ക്, പഴയ ടാങ്ക് ഇരിക്കുന്നത് ഇതിൻ്റെ മുകളിലാണ്. അപ്പോൾ നമ്മളൊന്ന് കാണിച്ചു തരാം കയറിയിട്ട്. പഴയ ടാങ്ക് ഇങ്ങനെ കയറണം മേലേക്ക്. കയറുന്ന സമയത്ത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഡോർ വെച്ചിട്ടുണ്ട്. ഭയങ്കര ടെക്നോളജി ഡോറാണ്. ഇവിടെ ഇതാണ് നമ്മൾ ബ്ലൂ ടാങ്ക്. ഇതിൻ്റെ അടുത്ത് നമ്മൾ സോളാറുണ്ട്, സംഭവങ്ങളൊക്കെ റെഡിയാണ്. പക്ഷേ സാധനം പൊട്ടിപ്പോയി. ഓടിൻ്റെ പുറത്ത് ഇങ്ങനെ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ വെച്ചിരുന്നത്. നമ്മൾ ഇവിടെയാണ് പൊട്ടിയിട്ടുള്ളത്. അവിടെ നമ്മൾ പല പരിപാടികളും നോക്കി, പക്ഷേ ലീക്ക് മാറുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ടാങ്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ ടാങ്ക് മാറ്റാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ ഈ ടാങ്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ഫുള്ളി. ഇത് നമുക്ക് ടോട്ടലി വേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി നമ്മളെ പുതിയ 3 ലെയർ ടാങ്ക് നമ്മൾ ഫിറ്റാക്കും. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ ഈ ടാങ്ക് ഇറക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ റോപ്പൊക്കെ കെട്ടി അതിൻ്റെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ടാങ്ക് നമ്മൾ ടാങ്ക് ഇറക്കൽ ഹൈ റിസ്ക്കാണ്. കയറ്റുന്നതിനെക്കാട്ടി ബുദ്ധിമുട്ടാണ് ഇറക്കൽ. ഇനി അങ്ങനെ ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡി. കുറച്ച് ടൈറ്റ് ആകും കേട്ടോ. കൺട്രോൾ നിങ്ങളുടെ കയ്യിലാവും കേട്ടോ. കൺട്രോൾ നിങ്ങളുടെ കയ്യിലാവും. ലീവ് ആക്കിയിട്ട് ഇവിടെ നിർത്തിയിട്ട് നമ്മൾ കയറ് പിടിപ്പിച്ച് നിർത്താൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായി. സാധനം അത് കൂടെ ഇങ്ങനെ ഈ കയറും കൂടെ ഇപ്പോൾ വരും കേട്ടോ. അങ്ങനെ നമ്മളെ ടാങ്ക് ഇതാ ബ്ലൂ ടാങ്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പോട്ടെ, ടൈറ്റാക്കി.
പറ്റേ ആ റെഡി റെഡി ഇവിടെ ഓർമ്മ തട്ടണേ ഞാൻ നോക്കാം ആ മതി മതി ഓർമ്മ തട്ടണേ മാമ വേല പിടിക്ക് എനിക്ക് ഇവിടെ നിന്ന് ഇത്രേ പറ്റുള്ളൂ കേട്ടോ ആ മാമൻ പിടിച്ചതിന് ശേഷം ഓട് പൊട്ടണ്ട ആ റെഡി നേരെ തായിട്ട് പോട്ടെ ഇത് ഫുള്ള് കൺട്രോൾ സജ്ജേട്ടനാ കേട്ടോ നിയന്ത്രണം അപ്പുറത്ത് കൂടെ ഇടണം നിന്റെ ഒരു സാധനം തന്നാൽ പിന്നെ അത് മര്യാദയ്ക്ക് ഇവിടുത്തെ വലിച്ചാൽ മതിയോ നീ മോളിൽ കേട്ടോ രണ്ടാള് വലിച്ചോ ഓർമ്മയില്ലല്ലോ ഇനി ഓട ഒഴിവാക്കണം അല്ല ഓടില്ല ഞാൻ മാമ ഓടിക്കും ആ നല്ല പോട്ടോ ആ പൈപ്പിന്റെ സാധനം പോയി ഇവിടെ തട്ട സൈഡ് ഒരു പൊടി വന്നിട്ട് ആ അവിടെ 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 ആ ഓടി 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 കേട്ടോ ആ അവിടെ കിട്ടില്ല ആടി പോട്ടെ സുനി ആവശ്യമില്ലേ തട്ടോ ലൂസ് ഇവിടെ തട്ടേ അങ്ങനെ ടാങ്ക് ഇവിടെ എത്തിയിരിക്കുകയാണ് മേലെ എത്തി പക്ഷെ നമ്മളെ സ്റ്റാൻഡുമിലേക്ക് എത്തിയില്ല അങ്ങനെ നമ്മളെ ടാങ്ക് മുകളിലെത്തി നമ്മൾ ടാങ്ക് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സാധനം കുറവ് അപ്പോൾ എല്ലാ അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നതാണ് പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാധനം കുറവ് അപ്പം നമ്മളിപ്പോൾ എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടാണ് ചെയ്തതൊക്കെ പക്ഷേ ഇതാ ഈ ഒരു സാധനത്തിൻ്റെ കുറവിന് വേണ്ടിയിട്ട് 3 കിലോമീറ്റർ വീണ്ടും വന്നിട്ട് 1.5 ഇഞ്ച് എൽബോ അത് വാങ്ങിയിട്ട് പോവാണ് അങ്ങനെ നമ്മൾ 1.5 ഇഞ്ച് എൽബോ ആയിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് ടാങ്കിൻ്റെ പണി വേറെ എന്താ ചെയ്തേ ആ വേറെ തുളച്ചില്ലേ മേലെ തുളച്ചിക്കണ് നമുക്കൊന്ന് കാണാം തുളച്ച എങ്ങനെയാണ് അപ്പോൾ നമ്മൾ പഴയ ഈ പൈപ്പ് ഔട്ട്ലെറ്റാണ് അത് നമ്മൾ മുറിച്ചിട്ടുണ്ട് അത് മുറിച്ചിട്ട് കുറച്ച് സ്ഥാനം ഇങ്ങോട്ട് മാറണം പഴയ ടാങ്കും ഇതുമായിട്ട് വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ സോൾവൻ്റൊക്കെ തേച്ചിട്ട് ഇതാ 1.5 ഇഞ്ച് പൈപ്പവിടെ കയറ്റി വെച്ചിട്ടുണ്ട് നമ്മളെ ടാങ്ക് യൂണിയനിലേക്കാണ് കയറ്റിയിട്ടുള്ളത് അല്ലേ അതെ ആ അപ്പോൾ നമ്മൾ ടീ ഇവിടെ കുടുക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അകലത്തിന് വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇവിടെ കട്ട് ചെയ്തിട്ട് പഴയ പൈപ്പാണ് ഇവിടെ കട്ട് ചെയ്തിട്ട് വേറൊരു എൽബോ ഇട്ടിട്ട് ഈ വലിയ പൈപ്പ് കുറച്ച് ഇങ്ങോട്ട് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എൽബോ ഇവിടെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ട് എൽബോ 1.5 ഇഞ്ച് പൈപ്പിലാണ് മേലോട്ട് പോവുക അപ്പോൾ മേലത്തെ പൈപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളൊരു 1.5 ഇഞ്ച് ഒരു 3/4 മീറ്ററോളം പൈപ്പ് എടുത്തിട്ട് എൽബോ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതേ പൈപ്പിന് കുറച്ച് വെള്ളം ചാടുന്നതാണ് ഇത് പുതിയ പൈപ്പാട്ടോ ഇനി ഇവിടെ സോൾവെൻ്റ് ഇടണം ഇതിന് മുകളിലുള്ള ഇതില്ലേ ആ പക്ഷേ ഇതൊക്കെ ശരിക്കും കളഞ്ഞിട്ട് വേണം ചെയ്യാൻ പക്ഷേ നമ്മൾ അത് പോണ നോക്കിയോട്ടോ ഇതിങ്ങനെ തുറക്കുമ്പോൾ ക്ലീനാവും കുറച്ചൊക്കെ പോകും അപ്പോൾ നമ്മൾ എൽബോ ഫിറ്റാക്കി വെച്ചിട്ടുണ്ട് സോൾവെൻ്റൊക്കെ തേച്ചിട്ട് ഇവിടെ ഓൾറെഡി സോൾവെൻ്റ് തേച്ച് കഴിഞ്ഞു ആ ഇനി ഇതിൽ പുറം ഭാഗത്ത് ഉൾഭാഗത്ത് സോൾവെൻ്റ് തേക്കുകയാണ് തേച്ച് ഇനി നമ്മളിങ്ങനെ ഇവിടെ ഫിറ്റാക്കാം ഇത് നമ്മളെ ഔട്ട്ലെറ്റ് പൈപ്പാണ് കേട്ടോ 1.5 ഇഞ്ച് ടീയിൽ നമ്മൾ ആദ്യം ഈ സൈഡിൽ അടിഭാഗം ഇപ്പോൾ നമ്മൾ വെച്ച 1.5 മീറ്റർ പൈപ്പില്ലേ അവിടേക്കാണ് ആദ്യം ഫിറ്റ് ചെയ്യുന്നത് പിന്നെ നമ്മളെ ടാങ്ക് യൂണിയനിലേക്ക് പിന്നെ മുകളിലേക്ക് അതാണ് പരിപാടി സോൾവെൻ്റ്
യെസ്, ഒരു ഭാഗം നമ്മൾ കണക്ട് ചെയ്തു, രണ്ടാമത്തെ ഭാഗം കണക്ട് ചെയ്തു. റെഡി മണി. കറക്റ്റ്. ഇനി ആ മേലത്തെ നമ്മളിപ്പോൾ നേരത്തെ ഒരു ടീ വെച്ചില്ലേ, അത് പുതിയ ടീ ആണ്. ഇത് നമ്മൾ പഴയ ടീ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ ഓവർഫ്ലോൻ്റെ പൈപ്പ് മേലെ ഫിറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഓവർഫ്ലോൻ്റെ പൈപ്പും വെച്ച് കഴിഞ്ഞു കേട്ടോ. ഈ പൈപ്പാണ് ഓവർഫ്ലോയ്ക്ക് അങ്ങ് പോകുന്നത്. അപ്പോൾ നമ്മൾ ചെറിയൊരു മാറ്റം കൂടി വരുത്തുന്നുണ്ട് ഈ ടാങ്ക് ഫിറ്റ് ചെയ്ത കൂട്ടത്തിൽ. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കിണറ്റിൽ വെള്ളം കുറവാണ്. അപ്പോൾ നമ്മൾ ഈ കിണറ്റിൽ നിന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള വേറെ കിണറാണ്, വേറെ നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒന്ന് മുറിച്ചിട്ട് ഒരു കണക്ഷൻ കൊടുത്തിട്ട് നമ്മൾ ആ വീട്ടിലാണ് നമ്മൾ ടാങ്ക് വെച്ചിട്ടുള്ളത്. അവിടേക്ക് ഒരു അഡീഷണൽ കണക്ഷൻ കൂടി എടുക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ പണിയാണ്. ഈ പൈപ്പൊക്കെ ഒന്ന് നിലത്തിട്ടുണ്ട്. ഇവിടെയാണ്, ഇതിൻ്റെ മേലെയാണ് നമ്മളിപ്പോൾ ടാങ്ക് വെച്ചിട്ടുള്ളത്. എന്താ പറഞ്ഞ സംഭവം? ഈ പാരനപ്പിളല്ലേ, ഇത് ഇവിടെയാണ് ശരിക്കും വരേണ്ടത്. ഓക്കെ. അത് അവിടെ നിന്ന് മാറ്റിയതിന് ശേഷം പിന്നെ ഡയറക്റ്റ് അങ്ങനെ കൊടുക്കാനാ? അല്ല, ആ പാരനപ്പിൾ അവിടെ ഒഴിവാക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ കൊടുത്താൽ മതി എന്നാ പറയണേ? ഇങ്ങനെ കൊടുത്താൽ കുറച്ചുകൂടി ഷോർട്ടായി കിട്ടും. ഓക്കെ, എന്നങ്ങനെ കൊടുത്താൽ. അപ്പം ഇതിൻ്റെ പേരെന്താ? പാരനപ്പിൾ. വയറലിനിപ്പോൾ ഒഴിവായി കിട്ടും. ഇങ്ങനെ കേട്ടോ, തുറക്കലടക്കൽ. ഇത് അങ്ങനെ. ഇതാണ് നേരെ മേലെ ഫിറ്റാക്കേണ്ടത് അല്ലേ? ഇതാണ് ഫിറ്റാക്കേണ്ടത്. ഇതില്ലേ, ഈ വീട്ടിലേക്കുള്ള ലൈൻ ഓൺ ആക്കുമ്പോൾ സമയത്ത് എന്ത് ചെയ്യണം? അത് മേലെ വീട്ടിലേക്കല്ല, ഇത് എന്ത് ചെയ്യണം? ഇതിങ്ങനെ ഇങ്ങോട്ടാക്കണം. ഓക്കെ. ഈ എപ്പോഴും ലെവലായിരിക്കണം. കുരിശ് എന്ന് പറഞ്ഞാൽ ലോക്കാണ്. പിന്നെ ഏത് സമയത്തും ഈ മോട്ടർ ഇപ്പോൾ 2 കണക്ഷൻ വരുന്ന സമയത്ത് ഏത് സമയത്തും ഒരു സൈഡ് ഓപ്പൺ ആയിരിക്കണം, അല്ലെങ്കിൽ മോട്ടർ അടിച്ചു പോകും. 2 സൈഡും പൂട്ടിക്കഴിഞ്ഞാൽ പ്രഷർ 2 സൈഡും പൂട്ടരുത് മോട്ടർ ഓൺ ആവുന്ന സമയത്ത്. പിന്നെ ഈ വീട്ടിലോട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഈ വാൽവ് തുറക്കണം. മോട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എന്ത് ചെയ്യണം? ഇപ്പോൾ മോട്ടർ ഓൺ ആക്കി നിൽക്കുക, ഇപ്പോൾ ലൈനിൽ ഇങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ നിർത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക? മോട്ടർ ഓൺ ആക്കിയതിനു ശേഷം ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക? ഈ വീട്ടിലോട്ടാണെങ്കിൽ ഇതിങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇനി ഈ വീട്ടിലോട്ടാണെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം വെച്ചാൽ, ഇതും ലൈൻ ഓപ്പൺ ആണ്. അപ്പോൾ ഈ വീട്ടിലേക്കാണ് നമുക്ക് തുറക്കേണ്ടത് വെച്ചാൽ ഇത് ആദ്യം തുറക്കണം. ഇത് ഇങ്ങനെ തുറക്കണം. അപ്പോൾ ഇതിൽ കൂടി വെള്ളം ഉണ്ടാവും, ഇത് കൂടി വെള്ളം ഉണ്ടാവും. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യണം? ഇത് പൂട്ടണം. അപ്പോൾ ഈ പ്രഷർ ഇവിടെ ലോഡാവും, തിരിച്ച് വെള്ളം അങ്ങോട്ട് പോകും. ഒരു കാരണവശാലും ലൈന് ഇങ്ങനെ രണ്ടും പൂട്ടിയിടാൻ പാടില്ല. ഏതെങ്കിലും ഒരു ലൈൻ തുറന്നിടണം. അതുപോലെ തന്നെ മോട്ടർ ഓൺ ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ തീരുമാനിക്കാം നമുക്ക് ഏത് മോട്ടർ ഓൺ ചെയ്ത് വന്നതിന് ശേഷം ലൈൻ ഇത് ഇങ്ങനെയാണുള്ളതെന്ന് ചോദിക്കാം. അതായത് മോട്ടർ ഓൺ ചെയ്തിട്ട് വേണമെങ്കിലും തിരിക്കും മറിക്കും ചെയ്യാം. തിരിക്കും മറിക്കും ചെയ്യാം. ഇനിയിപ്പോൾ ഈ മോട്ടറിന്റെ കണക്ഷൻ 2 വീട്ടിലേക്ക് വേണമെങ്കിൽ കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു വീട്ടിൽ തന്നെ കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ തന്നെ മോട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിലേക്ക് ഓപ്പൺ ആയിക്കല്ലോ. അപ്പോൾ ഇവിടെ വരിക, ഇവിടെ വന്നതിന് ശേഷം ഈ വീട്ടിലേക്കാണ് ഇപ്പോൾ മോട്ടർ ഓൺ. അപ്പോൾ നമുക്ക് ഈ വീട്ടിലേക്കാണ് വെള്ളം വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ലൈനിൽ ഇതേപോലെ നിലനിന്നിട്ട് ഈ ഫസ്റ്റ് ലൈനിൽ ഇത് പൂട്ടിയത് അത് ആദ്യം തുറക്കുക, അങ്ങനെ തുറക്കുക. അപ്പോൾ ഈ വീട്ടിലേക്കുള്ള ലൈൻ ഓണായി. അതിനുശേഷം എന്ത് ചെയ്യുക? ഇങ്ങോട്ട് കൂടുതൽ ഫോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് പൂട്ടുക. അപ്പോൾ ഒറ്റ കണക്ഷൻ ആയി. റെഡി. ഈ വിരൽ ഉണ്ടോ? അങ്ങനെ. ഈ സെയിം പരിപാടിയല്ല അപ്പുറത്തേക്ക് വേണ്ടേ? പിന്നെ കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ. ഇത് ത്രെഡ് വാൾവാ? ഉള്ളിൽ കണ്ട ത്രെഡ് കണ്ടോ? കണ്ടോ? അത് ഉള്ളിൽ കുഴപ്പമില്ല, കണ്ടുണ്ടാവും. ത്രെഡ് വാൾവ്. ഓക്കെ. അതിന്റെ പേരെന്താ? ഹോസ് കോളർ. ഹോസ് കോളർ. ഇവിടെ ത്രെഡ് ഉണ്ടാവും, ഇത് ഹോസിന്റെ ഉള്ളിൽ കയറാൻ. ഹോസ് ഹോളർ. ഹോൾഡർ. കോളർ അല്ലേ? ഹോസ് കോളർ. ഇതേ കട്ടിങ് ഇപ്പുറ സൈഡ് ഉണ്ടെങ്കിൽ ഹോസ് കണക്ടർ. ഓക്കെ. HD പൈപ്പിന്റെ ആണ്. HD പൈപ്പിന്റെ. ഓക്കെ, റെഡി.
നമ്മൾ അടുത്ത് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് GIX നിപ്പിൾ അല്ലേ അല്ലേ? 2 ഭാഗത്തും ത്രെഡ് അല്ലേ? 2 ഭാഗത്തും ത്രെഡുള്ള അത് ഇവിടെയാണ് നമ്മൾ കണക്ട് ചെയ്യുക GIT-യിൽ. GIT-യിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. 1 ഇഞ്ച് GIT. 1 ഇഞ്ച് GI ഷെല്ലാക്ക് തേക്കാണ്. ഷെല്ലാക്ക് തേച്ചിട്ട് നമ്മൾ മറ്റേ സാധനം തേക്കും. ത്രെഡ് സീലിടും. ത്രെഡ് സീൽ ഇട്ടതിന് ശേഷം അപ്പോൾ രണ്ടാമത്തെ വാൽവ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു അങ്ങോട്ട് കിട്ടിയാൽ നല്ലതായിരുന്നു. റെഡി. അങ്ങോട്ട് ഇത് ക്ലോസ് ആക്കണം തിരിച്ചാട്ടോ അങ്ങോട്ട്. ഓക്കെ, ഇത് ക്ലോസ് ആണ്. ഇത് കാണുമ്പോൾ അത് ഓപ്പൺ ആണ്. അല്ല, ഇത് ഓപ്പൺ ആണ്, ഇത് ക്ലോസ് ആണ്. ഇങ്ങനെ കാണുമ്പോഴേ കൺഫ്യൂഷൻ ആവും. ഇത് എപ്പോഴും ഓപ്പൺ സ്ട്രൈറ്റ് ആട്ടോ. ഓപ്പൺ, രണ്ടും ഓപ്പൺ. അങ്ങനെ കുരിശ് പോലെ വന്നാൽ ഇതാണ്, എന്താ കുരിശ് പോലെ വന്നാൽ ബ്ലോക്കാണ്. അങ്ങനെ യെസ്.